നിങ്ങൾ നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലീൻ സ്ലേറ്റ് പോലെ ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബ് ചാനലിനകത്ത് പലതും നിങ്ങൾ കാണുന്നുണ്ടാവും. അതെല്ലാം ഒന്ന് മാറ്റിയേക്കുക. ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള ടോക്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കും. ശരി, അപ്പോ നിങ്ങൾ എത്ര നാളായി ഈ ഒരു അറിവിലേക്ക് വന്നിട്ട്? എത്ര നാളായി? നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്താൽ മതി. എന്നെ കണ്ടു എന്നുള്ളതല്ല, നിങ്ങൾ ഈ ഒരു ഏരിയയിലോട്ട് എത്തിപ്പെട്ടു. 4 മാസം, 3 വർഷം, 2 വർഷം, 3 വർഷം കുറച്ചായി അല്ലേ? 11 വർഷം. ഓക്കെ ഓക്കെ. മെജോറിറ്റി ഒരു 2, 3, 5 വർഷം അത്രയൊക്കെ ആയി. അപ്പോ നമ്മൾ നോക്കുന്നത് ഈ 5 വർഷം ആയിട്ട് ഇപ്പൊ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്ലെന്റി ഓഫ് വീഡിയോസ് കണ്ടുണ്ടാവും, പല പല മെന്റർമാരും. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും നിങ്ങൾ അത്യാവശ്യം കുറച്ച് ടെക്നിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഇതെല്ലാം വെച്ചിട്ട് എത്ര മാറ്റം നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാക്കും? ചുമ്മാ ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തും. നിങ്ങൾക്ക് എന്തുമാത്രം മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ 11 വർഷം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ 5 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സ്കെയില് ഭയങ്കര വലുതാണ്. അപ്പൊ നിങ്ങളെ ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾ അറിഞ്ഞ അറിവും നിങ്ങൾക്ക് ലഭിച്ച മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിന്റെ ഒരു തോത് നിങ്ങൾ എങ്ങനെ കാണുന്നു? സാറ്റിസ്ഫാക്ഷൻ 30, 20, 60%. 1 വർഷത്തിന് 60, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ മെജോറിറ്റി ഇപ്പൊ വന്നേക്കുന്നത്, നിങ്ങളെടുത്ത് സംസാരിച്ചൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, പ്രകടമായിട്ട് നിങ്ങൾക്കും മനസ്സിലാവണം, മറ്റുള്ളവർക്കും മനസ്സിലാവണം. നമുക്ക് ഉള്ളിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇതിന്റെ ഫുൾ നോളജ് നിങ്ങൾക്ക് ലഭിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ എത്തി എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവാം, പക്ഷെ അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു അറിവിലേക്ക് വരുമ്പോൾ അതിന്റെ എല്ലാ പൊട്ടൻഷ്യലും നമുക്ക് കിട്ടണം, എല്ലാ ബെനിഫിറ്റ്സും നമുക്കുണ്ടാവും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ്സ് പൂർണ്ണത പോട്ടെ, പൂർണ്ണത എന്ന് പറയുന്നത് നമുക്ക് പോട്ടെ. അപ്പൊ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ നിലവിലത്തെ ബ്ലോക്ക് എന്താണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്ത് ബ്ലോക്കാണ് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത്? ഇറ്റ് ഷുഡ് ബി എ പേഴ്സൺ, എ സിറ്റുവേഷൻ, ഹെൽത്ത്, ഫാമിലി സിറ്റുവേഷൻസ് ആകാം. എന്താണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ നിങ്ങൾ സംസാരിക്കുക, ടൈപ്പ് ചെയ്ത് പോയാൽ അതിൽ നമുക്ക് അടുത്തടുത്ത കാര്യം കണ്ടുപിടിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കും, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നം. ഹെൽത്ത്, മണി, ഫിനാൻഷ്യൽ, ഹെൽത്ത്, ഫാമിലി, ഹെൽത്ത്, മിടുക്കൻ. ഇന്ന് വരെയുള്ള മടി പ്രാക്ടീസ് ചെയ്യാം, അത് നല്ല കാര്യമാണ്, അത് തുറന്നു പറയാൻ പറ്റില്ല. ലോ കോൺഫിഡൻസ്. ഓക്കെ, അപ്പൊ മെജോറിറ്റി ആൾക്കാർക്കും മണിയാണ് ഇഷ്യൂ ആയിട്ടുള്ളത്. മണി, പണം. എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓരോ ദിവസവും ഇതൊരു കണ്ടിന്യൂഷൻ ആയിരിക്കും. നിങ്ങൾ ഇന്ന് കേട്ട ക്ലാസ് ഒരുപക്ഷെ നാളെ നിങ്ങളുടെ ക്ലാസ്സിലോട്ട് വരുന്നതിന് മുമ്പും കൂടെ കേട്ടോ. അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത്, ഞാൻ സാധാരണ ഒരു സെഷൻസ് റെക്കോർഡ് ചെയ്യുന്നൊന്നുമല്ല, പക്ഷെ ഇപ്പം ഞാനിത് ഞാൻ ഇപ്പൊ എത്ര വർഷമായി
4 വർഷം ആവുന്നു. ഞാൻ ഇപ്പോഴാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സൂം പൈസ വെച്ച് ഞാൻ ചെയ്തത്. നിങ്ങൾ റെക്കോർഡ് നിങ്ങൾക്ക് ഇതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം 2 വർഷമായിട്ട് എന്നോട് മിണ്ടാത്തൊരു വ്യക്തി നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയാണ്. അയാൾ ഇന്ന് എന്നോട് മെസ്സേജ് അയച്ചു. കാരണം 2 വർഷം എടുത്തു അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ, സംസാരിക്കാനുള്ള കംഫർട്ട്സ് ഉണ്ടാകും. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞതിന് മറുപടി, ഞാൻ അഡ്വാൻസ് സെഷനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ആവർത്തിച്ച് കേട്ട് ഓരോ തവണ കേൾക്കും തോറും ഓരോ കാര്യങ്ങളാണ് ഉള്ളിലോട്ട് കയറുന്നത്. അതിന്റെ ഇമ്പാക്റ്റ് ആണ് അദ്ദേഹത്തിന് ഇന്ന് എനിക്ക് മെസ്സേജ് അയക്കാൻ തോന്നിച്ചത്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും വ്യത്യസ്തരാണ്. ഓക്കെ, അപ്പോ എല്ലാവരും വ്യത്യസ്തരാണ്. അതിന്റെ കാരണങ്ങൾ പറയാം. നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ആധാര ചക്രങ്ങൾ വർക്ക് ചെയ്യുന്നത് ഓരോ രീതിയിൽ. അൾട്ടിമേറ്റ്ലി ഇതാണ് എന്റെ സംഗതി എന്ന് പറയുന്നത്. അത് ഓരോന്നിന്റെ ഡിപ്ലീഷൻ കാരണം ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, റൂട്ട് ചക്രം വീക്ക് ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഒരിക്കലും ലഭിക്കത്തില്ല. അതൊരു ഫാക്റ്റാണ്. റൂട്ട് ചക്രം വീക്കാണ്. ചിലര് ഇപ്പം എന്നോട് ഇന്ന് തന്നെയാണ് ഒരു വ്യക്തി വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത്. പലരും എടുക്കുന്ന ഒരു ഓപ്ഷനാണ് മെഡിറ്റേഷൻ. എന്നിട്ടും എന്തുകൊണ്ട് മെഡിറ്റേഷൻ ഡീപ്പറായിട്ട് ചെയ്തിട്ടും റൂട്ട് ചക്ര ബ്ലോക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവര് സ്റ്റേബിൾ ആവുന്നില്ല? എന്തുകൊണ്ട്? ഇപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത് ഈ ശരീരമാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോ ഈ ശരീരം എന്ന് പറയുന്ന സംഗതിയിലെ എല്ലാ ഘടകങ്ങളും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ പൂർണ്ണതയിലെത്തുള്ളൂ. നിങ്ങൾ അഫർമേഷൻസ്, ഓക്കെ, അഫർമേഷൻസ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അഫർമേഷൻസ് കൊണ്ട് സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ വേർഡ് എനർജി അല്ലെ, നാവ്, ഈ നാവ് എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ് നിങ്ങൾ അഫർമേഷൻസ് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള സകല ശരീരഭാഗങ്ങളും അതുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണോ? ശ്രദ്ധിച്ചോണം. ബാക്കിയുള്ള നമ്മുടെ ഇപ്പം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനകത്ത് നിങ്ങൾ ഒരു പക്ഷേ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിന്റെ നടുവ് നിൽക്കുമ്പോഴായിരിക്കാം ഈ വീഡിയോ മുന്നോട്ട് വന്നത്. അപ്പൊ എല്ലാവർക്കും വേണ്ടത് എന്താ? ഇൻസ്റ്റന്റ് റെസിപ്പി പോലൊരു കാര്യം എല്ലാവർക്കും വേണം. അപ്പൊ ആ ഇൻസ്റ്റന്റ് റെസിപ്പി എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു അഫർമേഷൻ കിട്ടി. LKG സിലബസ് ആണ്, മനസ്സിലാക്കും. LKG സിലബസ്. അപ്പോ ഇത് കിട്ടിയിട്ട് നിങ്ങൾ ഏത് കണ്ടീഷനിൽ നിൽക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കും. നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഓക്കെ, എവിടെ നിന്നിട്ടാണ് ഇവിടേക്കുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പിടിക്കുക എന്നൊരു സംഗതിയുണ്ട്. ഓക്കെ, നിൽക്കുന്നത് താഴെയാണെങ്കിൽ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ ഓർ ലോ ഓഫ് വൈബ്രേഷൻ നിങ്ങളുടെ വൈബ്രേഷൻ ലെവലും ഹയർ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അഫർമേഷൻസ് മാത്രം പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നം മാറുന്നില്ല. ഇനി ചില വ്യക്തികൾക്ക് ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആയിരിക്കും. ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആയ വ്യക്തികൾക്ക് ചിലപ്പോൾ അഫർമേഷൻസ് വർക്ക് ചെയ്യും. അത് ലോ ഓഫ് അട്രാക്ഷൻ എടുക്കുന്നതാണ്, അവരുടെ ചക്രയുടെ എടുക്കുക. അവർക്ക് ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആയിരിക്കും. മനസ്സിലാവും? അത് അവര് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും പുറത്തും, അല്ലാണ്ട് വേണ്ടത് മാത്രമൊന്നും മീൻസ് ലോ ഓഫ് അട്രാക്ഷൻ സെൻസിൽ ആഗ്രഹിക്കുന്ന ഒരു സെൻസ് അവിടെ ഇല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ കലഹമാണെന്നിരിക്കും. ഈ കലഹത്തിന്റെ പുറത്ത് സംസാരിക്കുന്ന പല കാര്യങ്ങളും. എന്നിട്ട് കുറച്ച് മാറി ഇരുന്നിട്ട് എന്റെ പ്രശ്നങ്ങളെല്ലാം മാറി നന്ദി പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല. ഓക്കെ,
അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് മെത്തേഡ്. കാരണം ഈ രണ്ട് ടെക്നിക്കിലാണ് പലരും ആശ്രയിച്ച് നിൽക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, LKG ആണ്. LKG നിന്ന് മാറാൻ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാകുക. കാരണം ഞാൻ തുടക്കത്തിൽ വിചാരിച്ചിരുന്നു ഇത്രയൊക്കെ തന്നെ മതി, കുറച്ച് ടെക്നിക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രകൃതി നമ്മളിലേക്ക് പല കാര്യങ്ങളും പുഷ് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ എന്റെ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ യൂട്യൂബ് ചാനലിനകത്ത് ഇടുന്ന വീഡിയോയുടെ ഇന്റൻസിറ്റി എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഇന്റൻസിറ്റി അത് അത്ര ഇന്റൻസിറ്റി ഉണ്ടെന്നുള്ളത് എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിന്റെയും ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാർ പിന്നീട് വന്ന അനുഭവങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ഒരു സൈക്കോളജിയുടെ അതിർവരമ്പിൽ വിട്ടിട്ടാണ്. മെജോറിറ്റി ആൾക്കാരും സൈക്കോളജിയിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനും അത് തന്നെയായിരുന്നു തുടക്കത്തിൽ ചെയ്തത്, സൈക്കോളജിയിൽ ഒതുക്കാം. പക്ഷെ പറ്റുന്നില്ല. കാരണം അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? നമുക്കത് മനസ്സിലാക്കാനും സെൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇപ്പൊ നിലവിലില്ല എന്നുള്ളത്. അപ്പോ അത് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി എല്ലാവർക്കും ഈശ്വരൻ തന്നിട്ടുണ്ട്, അറിവിനുള്ള മാർഗം തന്നിട്ടുണ്ട്. പക്ഷേ കിട്ടിയിരിക്കുന്ന അറിവിനെ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നു. പലരും ടൈപ്പ് ചെയ്ത കാര്യം എന്താണ്? മടി. മടി എന്ന് പറയുന്ന ഘടകം. ഞാൻ ഒരു കാര്യം പറയാം, കേൾക്കുമ്പോൾ അതിശയോക്തിയായിട്ടൊക്കെ തോന്നാം. നിങ്ങളുടെ സോളിന് ജീവൻ ഉണ്ടെന്ന് ഉറപ്പിക്കാമല്ലോ അല്ലെ? വിശ്വസിക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? വിശ്വസിക്കണ്ട, മനസ്സിലാക്കുന്നുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ സോളിന് ജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, ഞാൻ വീണ്ടും പറഞ്ഞു, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടാവും. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അടുത്ത തലമാണ്. അത് മനസ്സിലാക്കിയ വ്യക്തി മനസ്സിലാക്കേണ്ടത് കർമ്മയ്ക്കും ജീവനും. ഓക്കെ, ഇത്രയും വലിയ ഒരു ഭൂലോകം സൃഷ്ടിച്ചേക്കുന്ന ഏതോ ഒരു അജ്ഞാത ശക്തി മനുഷ്യന് മാത്രം ബുദ്ധി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അതിനേക്കാൾ വലിയ സൂപ്പർ കോൺഷ്യസ് ബ്രില്യൻസ് അവിടെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സാധാരണ വ്യക്തികൾക്ക് ഇത് സെൻസ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്കാവും വളരുന്നത്. നിങ്ങൾ നോക്കിക്കോ, ലോകത്തുള്ള മെജോറിറ്റി ആൾക്കാരുടെയും ബേസിക് ചക്രങ്ങളെല്ലാം വീക്കാണ്. ബേസിക് ചക്ര വീക്കായ ഒരു വ്യക്തിക്ക് എങ്ങനെ ക്രൗൺ ചക്രയിലെ കാര്യങ്ങൾ മനസ്സിലാവും? മനസ്സിലാവും. അപ്പോ ചിലർക്ക് ജന്മനാ കിട്ടും. അപ്പൊ ജന്മനാ കിട്ടുമ്പോഴും നമുക്കത് മനസ്സിലാകത്തില്ല. മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞതും മനസ്സിലാക്കുന്നതും തമ്മിലൊരു യാത്രയുണ്ട്. ആ യാത്ര പോകാൻ താല്പര്യമുള്ളവർ പോകുന്നവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. കാരണം നിങ്ങൾ ഇപ്പോഴും ഒരു മെറ്റീരിയലിസ്റ്റിക് സംഗതിയുടെ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് അത് വേണം, അത് വേണം, അത് വേണം. പക്ഷെ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എന്ത് മാറ്റം വരണം, നിങ്ങൾ ഏത് തലത്തിലേക്ക് ഉയരണം എന്നുള്ള കാര്യത്തിലേക്ക് മടി, താല്പര്യമില്ലായ്മ, ബോറടി മുതലായ കാര്യങ്ങളാണ് നിങ്ങളിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ജന്മം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും നിങ്ങളിലേക്ക് വരാത്തില്ല. ഇതൊരു സാഡ് റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? ഇത് നിസ്സാരമല്ല. മെറ്റീരിയൽ ഓക്കെ. അപ്പോ whenever you get an opportunity, utilize it. നിങ്ങൾക്കൊരു അവസരം വരുമ്പോൾ നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തും. ഇല്ലെങ്കിൽ, കാരണം അതിൻ്റെ ഒരു അടുത്തൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്തിന്റെ ഏതോ ഒരു മൂലയിലുള്ള എന്നെ നിങ്ങൾ കാണുമെന്നും പരിചയപ്പെടുമെന്നും ഒക്കെ എന്നെങ്കിലും ചിന്തിച്ചു? ഇല്ല.
ഇതിൽ എത്രയോ പേരുമായിട്ട് എനിക്ക് വളരെ ആത്മബന്ധമുള്ളവരുണ്ട് നിങ്ങൾ ഈ കൂട്ടത്തിൽ. അപ്പൊ ഒരു സാഹചര്യം വന്ന് നിങ്ങളെ എന്നെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിച്ച ആ ബോണ്ട് ആരുടെയാണ്? ഇതിനെ നിങ്ങൾ ഓരോരുത്തരും കാണുന്ന വ്യൂ പോയിന്റ് അനുസരിച്ചിരിക്കും എന്ത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലുകൾ. നിങ്ങൾ അതിനെ കാണുന്ന കാഴ്ചപ്പാടനുസരിച്ചിരിക്കും നിങ്ങൾക്കത് എത്രമാത്രം ബോധ്യപ്പെട്ടു എന്നുള്ളത്. പലർക്കും ചിലപ്പം യൂട്യൂബിലുള്ള ഒരുപാട് ട്രെയിനർമാരിൽ ഒരാൾ ഓക്കെ, നിങ്ങൾക്ക് എന്തുമാത്രം ഓപ്ഷൻസ് വേറെ ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ പലയിടത്തും പോയിട്ടുണ്ടാവും. മനസ്സിലാക്കേണ്ടത് നിങ്ങളെയും എന്നെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിച്ചേക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് എന്നിലൂടെയാണ് നിങ്ങളുടെ ഫസ്റ്റ് കാൽവെപ്പ്. മനസ്സിലാവുന്നുണ്ട്? ഇത് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ എത്രമാത്രം പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പറഞ്ഞല്ലോ, നിങ്ങളിതിപ്പോ അറിയുക, നിങ്ങൾക്കിതിപ്പോ അറിയുക, പിന്നീട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ മനസ്സിലാക്കും. അത്രേ ഞാൻ പറയുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് എന്നെ കൊണ്ടുവന്നേക്കുന്ന ഏതോ എങ്ങനെയോ ഇരിക്കുന്ന ഒരു ശക്തിക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഉദ്ദേശം നിങ്ങളുടെ കർമ്മ ബ്ലോക്ക് ചെയ്യും. കാരണം ആത്മാവും പ്രപഞ്ചവും തമ്മിലാണ് കണക്ഷൻ. ഓക്കെ, അങ്ങനെ ആവുമ്പോ എല്ലാവർക്കും ആത്മാവുണ്ട്. അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ ഏത് ജന്മത്തിലാണ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോൺഷ്യസ്നെസിന്റെ തലമനുസരിച്ചിരിക്കും. ഇപ്പം എന്റെ കഴിഞ്ഞ ജന്മത്തിലെ മകനൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. ഞങ്ങൾ പാസ്റ്റ് ലൈഫ് റീഡിംഗ് ഒക്കെ എടുത്തായിരുന്നു. കാരണം അത് പാസ്റ്റ് ലൈഫ് റീഡിംഗ് എടുത്തോണ്ടല്ല, ഞങ്ങൾക്ക് വന്ന സമയം തൊട്ടേ ഇത് എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പം അത് എനിക്ക് ഞാൻ മനസ്സിൽ കാണുന്നത് അപ്പൊ മെസ്സേജ് വരും എനിക്ക്. അപ്പം ഞങ്ങൾ ഇത് എന്താ ഇതിന്റെ കളി? അപ്പോഴാണ് ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കുമ്പം പാസ്റ്റ് ലൈഫ് റീഡിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേ പിന്നീട് സംസാരിക്കാം. അത് സബ്ജക്റ്റ് മാറും. ഓക്കെ, പറഞ്ഞു വന്നത്, നിങ്ങളും ഞാനും തമ്മിൽ കണക്ട് ആക്കി ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണതയിൽ എത്തിക്കണം. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ സംഗതി ആക്ടിവേറ്റഡ് ആണ്. ഏത്? ജീവനുള്ള കർമ്മ. ഓക്കെ, അപ്പൊ ഈ ജീവനുള്ള കർമ്മയ്ക്ക് ഇത് പാടില്ല. കാരണം ക്ഷുദ്രശക്തി, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജിയോടും നിങ്ങൾക്കത് മനസ്സിലായാലും ഇല്ലെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ പിശാചുണ്ട്. നമുക്ക് എന്താ പറയുന്നത്, കുറെ മിസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അനുഭവം വരണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഓരോ എനർജി ലെവൽ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് കിട്ടും. ഇല്ലാത്തവർക്ക് എന്ത് ദൈവം അല്ലെങ്കിൽ എന്ത് പിശാച്, അതൊക്കെ ചുമ്മാ മനുഷ്യന്റെ ഓരോ സങ്കല്പങ്ങൾ മാത്രം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ സോളിന് ഒരു പർപ്പസ് ഉണ്ട്. എല്ലാവരുടെ സോളിന് പർപ്പസ് ഉള്ളത്. എന്റെ സോളിനും നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേറെ ആരെയും നോക്കണ്ട. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡെവലപ്മെന്റ് ഞാൻ അനുനിമിഷം നിങ്ങളെ കാണിച്ച് മുന്നോട്ട്. പലരും എന്നോട് വിലക്കിയിട്ടുണ്ട്, കണ്ണ് കെട്ടും, കണ്ണേറ് ദോഷം ഉണ്ടാവും, ഇങ്ങനെ നിങ്ങൾ ഇത് വീഡിയോ ചെയ്യരുത്. എന്റെ കുടുംബക്കാരെന്നെ എത്രയോ പേര്. അത് അവർക്കാ പേടി. മനസ്സിലാവും? എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പം നമുക്ക് തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റും. ഇന്നും ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ നടന്നത്, എന്നേക്കാൾ മുമ്പ് ചാനൽ തുടങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ഏതോ ഒരു പുള്ളിക്കാരന്റെ സാമ്പത്തിക കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും താഴെ വന്ന കമന്റാണ്, ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കിയ താങ്കളുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് വെളിപ്പെടുത്തിയാൽ. മനസ്സിലാവും? ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ. അതായത് ഈഗോ മൈൻഡ് ഡോമിനേറ്റ് ചെയ്ത എല്ലാവരും. അത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസം.
കേരളത്തിലെ ആൾക്കാർക്കാണ് ഇത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അനലൈസ് ചെയ്യും നിങ്ങളിപ്പോ സംഭവിച്ചേക്കുന്നത്. നിങ്ങൾ ഒരു കാര്യത്തെ അനലൈസ് ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലം ചെയ്യാത്ത കാര്യമാണ്. ഇനി റിയലൈസ് ചെയ്തോ? നിങ്ങൾ അനലൈസ് ചെയ്തു, കുറെ ഏരിയയിലോട്ട് പോകും, എന്നിട്ട് റിയലൈസ് ചെയ്യും, നിങ്ങളുടെ മെജോറിറ്റി ഇഷ്യൂ കണ്ടുപിടിച്ചു. പറയും. എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് വീഡിയോ ഉള്ളവരെന്നെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് വീണ്ടും കോർ റീസൺ, കോർ റിലേഷൻഷിപ്പ്, സെക്ഷൽ എനർജി എക്സ്ചേഞ്ച്, നെഗറ്റീവ് കർമ്മ സ്ട്രോങ്, ലോ വൈബ്രേഷൻ. പോലെ ലോ വൈബ്രേഷൻ എനർജി എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. വ്യക്തവും കൃത്യവുമായിട്ട് ഒരു വ്യക്തിയോ ഒരു വസ്തുവോ ഒരു സാഹചര്യമോ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. ഒരു വ്യക്തി, ഒരു വസ്തു, ഒരു സാഹചര്യം. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങളുടെ ഇന്നത്തെ മൂല കാരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇതാണ്. ഒരു വസ്തു, ഒരു വ്യക്തി, ഒരു സാഹചര്യം. അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്നാ ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വന്നേക്കുന്ന എന്തോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് ഒരു വ്യക്തി, വസ്തു, സാഹചര്യം, ഇതിലേതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ മൂന്നും വരാം, ആണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം.